ഞങ്ങൾ ഇവിടെ മാനേജ് ചെയ്തോളാം. അല്ല മാനേജ് ചെയ്തോളാം. അല്ല ഹോളിഡേ ഇവിടെ ആഘോഷിക്കാനുള്ള അല്ല പ്രശാന്ത്. അയ്യോ അവന്റെ കാലിനൊരു കുഴപ്പമില്ല, അവനിപ്പോ ഓടിക്കളിക്കായിരിക്കും. കാമുകി കാല് മാറി കാമുകൻ വിഷം കഴിച്ചു മരിച്ചു. ഈ കാമുകന്മാരുടെ കാര്യം ഇത്രയൊക്കെ ഉള്ളൂട്ടാ. അയ്യോ സമയത്ത് പാർട്ടിക്ക് എത്താത്ത കാമുകന്റെ എന്തോ കാമുകി ഛേദിച്ചു. നീ പേടിക്കണ്ട, ഇത് ഇംഗ്ലണ്ടില്ല. ലേഡീസിന് ഇത് പ്രൊഹിബിറ്റഡ് ഏരിയ. എത്തും പ്രശാന്ത് ഇപ്പൊ എത്തും അല്ലടാ. ഇവിടെ ഒരു മഹാസംഭവം നടക്കാൻ പോകുന്നു. വീണ വീണു. നിങ്ങൾ പെട്ടെന്ന് ലേഡീസ് ഹോസ്റ്റലിലേക്ക് പോ. അതല്ല, പിന്നെ വീണ ഇവിടെ വന്നിട്ടുണ്ട്. നീ എന്താ പറഞ്ഞ? കാമുകൻ വിഷം കഴിച്ചു അല്ലേ? ദേ വന്നു. സാർ ഇന്നലെ അരവിന്ദനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോ കുട്ടി മെൻസ് ഹോസ്റ്റലിന്റെ മുറ്റത്തുണ്ടായിരുന്നു. എന്തിന്? കുട്ടി ഒന്നും പറയണമെന്നില്ല. കുറച്ചു നാളെ ഞാനിത് ശ്രദ്ധിക്കുന്നു. ലവ്, ഡിവൈൻ ലവ്, അതൊരാളോട് എക്സ്പ്രസ് ചെയ്യാനായിരുന്നല്ലോ ആ ഓട്ടം. സ്നേഹം, പ്രണയം, ഇതിനൊന്നും ഞാനെതിരല്ല. പക്ഷെ അത് ഉള്ളിന്റെ ഉള്ളിൽ നിന്നുണ്ടാവണം. ഇനി ഞാനൊന്നും ഹൈഡ് ചെയ്യുന്നില്ല. എനിക്കിഷ്ടമാണ് പ്രശാന്തിനോട് ഒരുപാട്. I'm in love with him. But അത് മിസ് കരുതും പോലെയല്ല. He is true, too innocent. ഒരാളോട് പ്രണയം തോന്നുമ്പോ അയാൾക്ക് ഇല്ലാത്ത ക്വാളിറ്റീസ് കണ്ടെത്താനാണോ പ്രയാസം? തന്നെ പോലെ ഇന്റലിജന്റ് ആയ സ്റ്റുഡന്റ് ഇങ്ങനെ വിഡ്ഢിയാവുന്ന കൊണ്ട് ചോദിക്കുക. പ്രശാന്തിനെ കുറിച്ച് അറിഞ്ഞതും കേട്ടതും ഒക്കെ സത്യമാണെന്ന് ഉറപ്പുണ്ടോ എനിക്ക്? തീർച്ചയായും ഉറപ്പുണ്ട് മാം. എങ്കിൽ ഈ ഡയലോഗ് മുമ്പ് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് ഓർത്തു നോക്കൂ. എനിക്കറിയാം കുട്ടി ഈസിയെ വെൻ ചെയ്തിട്ടുണ്ടാവും. റിയലി ഞാനും അത് തന്നെ ആഗ്രഹിച്ചത്. എന്തായാലും ഈ ഹാൻഡ് റൈറ്റിംഗ് നിങ്ങളൊക്കെ അപ്പേട്ടനെന്ന് പാടിപ്പുകഴ്ത്തുന്ന ആ മഹാന്റെയാ. എന്ന് വെച്ച പ്രശാന്ത് കുട്ടിയോട് കാണിച്ച അടുപ്പം, ഇഷ്ടം, താല്പര്യം ഒന്നും അയാളുടെ ഹൃദയത്തിൽ നിന്ന് ഉണ്ടായതല്ല. അപ്പേട്ടന്റെ തിരക്കഥ, പ്രശാന്തിന്റെ അഭിനയം, രണ്ടുപേരും ഓസ്കർ അല്ല ഡബിൾ ഓസ്കർ അർഹിക്കുന്നേ. കുട്ടിക്കത് മനസ്സിലായില്ല. കാരണം കുട്ടി ആദ്യമേ അതിൽ മയങ്ങി വീണു. അല്പം മുമ്പ് നിങ്ങളുടെ അപ്പേട്ടന്റെ ഒരു നാടകത്തിന്റെ തിരശ്ശീല വീണു. ഇപ്പോ മറ്റൊന്നിന്റെ ഞാൻ വിശ്വസിക്കുന്നു. അതോ ഇനിയും കൂടുതൽ തെളിവുകൾ വേണോ കുട്ടിക്ക്? പക്ഷെ ഈ നാടകത്തിന്റെ പർപ്പസ് എനിക്ക് മനസ്സിലാവാത്തെ.